സർവേയിൽ ഞെട്ടി മോദി. കഴിഞ്ഞ 10 വർഷം മോദി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് സർവേയിലുള്ളത്. ഇത് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ മോദിയെ രക്ഷിക്കാനാവില്ല എന്ന് ഉറപ്പാണ്. വെറും സാധാരണക്കാരായ ജനങ്ങളെ മാത്രം ഉൾപ്പെടുത്തി നടത്തിയ സർവേയാണ് മോദി ഭരണത്തിന് കീഴിൽ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെടുന്നു എന്ന് തെളിയിക്കുന്നത്. ഇതാണ് സർവേയിൽ പറയുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 5269 മുതിർന്ന ആളുകൾക്കിടയിലാണ് സർവേ നടത്തിയത്. അതേസമയം മറ്റൊരു ബജറ്റുമായി നിർമ്മല പാർലമെന്റിലേക്ക് എത്തിയ സമയത്ത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെയാണ് മോദി ഭരണം പണപ്പെരുപ്പം കൂട്ടുകയും ജീവിത നിലവാരം താഴ്ത്തുകയും ചെയ്തു എന്ന സർവേ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് കൃത്യമായ വേതനമില്ലാത്തതും ശമ്പള കുടിശ്ശികയും ഉയർന്ന ജീവിത ചെലവ് മൂലം തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് സർവേ പറയുന്നത്. 2047 ആവുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമാവും എന്നാണ് നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റിൽ ഫെബ്രുവരിയിൽ പറഞ്ഞത്. അത് പറഞ്ഞ് നാവ് അകത്തോട്ടെടുത്തതിനു ശേഷം വന്ന് തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് മോദി ഒന്ന് പ്രധാനമന്ത്രിയായത്. അതിനുശേഷം വരുന്ന മറ്റൊരു ബജറ്റ് അവതരണത്തിന് മുൻപേ വന്ന സർവേയിൽ പറയുന്നു മോദി ഭരണത്തിന് കീഴിൽ ജനം ദുരിതം അനുഭവിക്കുന്നു എന്ന്. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റിന് മുന്നോടിയായിട്ട് സീ വാട്ടർ പോളിംഗ് ഏജൻസി നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. വരുമാനം കൂടിയില്ലെങ്കിലും ജീവിത ചെലവ് വർദ്ധിച്ചതായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം താങ്ങാനാവുന്നില്ല എന്ന് ഭൂരിപക്ഷം പേരും പറഞ്ഞത്. ഇന്ത്യയുടെ തൊഴിൽ വിപണി യുവജനങ്ങൾക്ക് സ്ഥിരമായ വേതനം ലഭിക്കുന്നതിന് മതിയായ അവസരങ്ങൾ നൽകുന്നില്ല. കഴിഞ്ഞ ബജറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കായി $24 ബില്യൺ ഇന്ത്യ 5 വർഷത്തിനിടെ ചെലവഴിക്കാൻ നീക്കി വെച്ചിരുന്നു. എങ്കിലും വിശദാംശങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോയതിനാൽ ഇതുവരെ ഈ ബജറ്റിലുള്ള കാര്യങ്ങൾ നടപ്പിലായിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 5269 മുതിർന്ന ആളുകൾക്കിടയിൽ സർവേ നടത്തുമ്പോൾ ആ സർവേയിൽ പങ്കെടുത്ത 37% പേരും പറഞ്ഞു അടുത്ത വർഷം സാധാരണക്കാരുടെ ജീവിത നിലവാരം കൂടുതൽ മോശമാകും എന്നാണ്. അത് തന്നെയാണ് അവരുടെ പ്രതികരണം. തുടർച്ചയായ വിലക്കയറ്റം ഇന്ത്യൻ കുടുംബ ബജറ്റുകളുടെ താളമാണ് തെറ്റിച്ചത്. അടുക്കളയിൽ പുകയുന്നുണ്ടെങ്കിലും അതിൽ എന്ത് പുകയുന്നു എന്നതിൽ പോലും കൈകടത്തലുകൾ വന്നത് പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുരിതമാണ്. ലോകത്തിൽ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ 4 വർഷത്തിനുള്ളിൽ ഏറ്റവും മന്ദഗതിയിലുള്ള വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറുക എന്നത് വലിയ ചോദ്യമാണ്. മോദിക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ. പണപ്പെരുപ്പം അനിയന്ത്രിതമായി തുടരുകയാണെന്നും മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം വിലക്കയറ്റം രൂക്ഷമായെന്നും പണപ്പെരുപ്പ നിരക്ക് തങ്ങളുടെ ജീവിത നിലവാരത്തെ പ്രതികൂലമായി ബാധിച്ചു എന്നും സർവേയിൽ പങ്കെടുത്ത 3ൽ 2 പേരും പ്രതികരിക്കുമ്പോൾ ഇനി അടുത്തത് എന്ത് എന്നത് ഒരു ചോദ്യം തന്നെയാണ്.